നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇറ്റ്യൂണ തയ്യാറാക്കാൻ പോകുന്നു. അതിനായി ഒരു കലത്തിൽ വെള്ളം വെച്ചു ചൂടായപ്പോൾ അരിയിട്ട് കൊടുത്തു. അങ്ങനെ ചോറാക്കാം. ഇനിയും ഒരു ചായ ഉണ്ടാക്കിയാലോ? ചായ ഉണ്ടാക്കാം. അതിനായിട്ട് പാലും വെള്ളവും ഞാൻ സമാസമം എടുത്തിട്ടുണ്ട്. ഇനിയും ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാമേ. കത്ത് പോന്നെ ഞാനൊന്ന് റിപ്പയറൊക്കെ ചെയ്തു. റെഡിയായി. ഇപ്പോൾ പഴയ സ്റ്റൗ ആയിരുന്നേ. ഇപ്പോൾ ഇനി സ്റ്റൗ പുതിയത് വാങ്ങിക്കണം. ഇപ്പം എന്താണ് കണ്ടോ, നന്നായി കത്തുന്നുണ്ട്. ഇതേമാതിരി സ്റ്റൗ ഉള്ളവരെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. കത്തുന്നില്ല എങ്കിൽ ഇപ്പോഴേ ഞാൻ ചായ വെക്കാൻ വന്നതായിരുന്നു. ചായ വെച്ചേക്കാം. ഇപ്പോഴൊക്കെ നോക്കിയപ്പോൾ ഒട്ടും കത്തുന്നില്ല. ഇതേമാതിരി ഇരിക്കുകയായിരുന്നു. ഇതേമാതിരി ഒട്ടും കത്തുന്നില്ലായിരുന്നു. അപ്പം ഇത് ഞാൻ ഇപ്പം ഇത്ര റെഡിയാക്കിയിട്ടുണ്ട്. ചായ വയ്ക്കാം. ചായയൊക്കെ കുടിച്ചു. ഇനിയും നമുക്ക് ഉച്ചയൂണിനുള്ള കറികൾ തയ്യാറാക്കാലോ. അപ്പം കറികൾ ഇന്ന് തയ്യാറാക്കാൻ ഞാൻ പോകുന്നത് ഏത്തയ്ക്കായും പടവലങ്ങായും കൊണ്ട് തേങ്ങ അരച്ച് ഒരു ഒഴിച്ചു കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. കൂടെ മറ്റുള്ള കറികളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തോരൻ തയ്യാറാക്കുന്നുണ്ട്. അതായത് ക്യാപ്സിക്കം, സിംല മിർച്ച എന്നൊക്കെ പറയുമല്ലോ, അത് ഒരു തോരൻ തയ്യാറാക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് തോരൻ തയ്യാറാക്കുന്നത്, തോരനല്ല മെഴുക്ക് പുരട്ടി, അത് തയ്യാറാക്കുന്നത് ഒരു പാവയ്ക്കായും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടിയാണ്. അത് വേറെ വേറെയാണ് മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത്. പിന്നെ മോരുകറി. ഇത്രയുമാണ് എൻ്റെ ഉച്ചയൂണിനെ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ വാഴയ്ക്ക പൊളിച്ച്, അതായത് ഏത്തയ്ക്ക, നേന്ത്രക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ നേന്ത്രക്ക ഒറ്റയൊരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊളിച്ച് ചെറുതായി ചരിച്ചരിയുക. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോഴേ കറയെല്ലാം പോകണ്ടേ. പിന്നെ ഒരു പടവലങ്ങയുടെ ഒരു മുറി എടുക്കുക. അത് ഒന്ന് പുറം തൊലിയൊക്കെ ഒന്ന് ചുരുണ്ടി വൃത്തിയാക്കി കളഞ്ഞ ശേഷം അതും കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം.
അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോഴേ വീഡിയോ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടാലോ. കാണാം. ഇപ്പോഴേ നമ്മുടെ കറി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കാനെടുക്കാം. അരയ്ക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ജീരകം, പിന്നെ തേങ്ങ, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മഷിപ്പരുവത്തിൽ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് പോകുകയാണ്. ഇപ്പോഴേ അരച്ചെടുത്തോണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും കറിക്ക് വേണ്ട കടുക് വറക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും, കറിവേപ്പിലയും, വറ്റൽമുളക്, കടുക് എന്നിവയെല്ലാം ഇട്ട് നന്നായി മൊരിച്ചെടുത്തു. അതിനുശേഷം എണ്ണയിലേക്ക് സ്വല്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. എരിക്കൊന്നുമല്ല, ആ കറിയിലൊഴിക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടും. അതിനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോഴേ നമ്മുടെ കറിയെല്ലാം വെന്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് പോകാം. അതോടൊപ്പം പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്കും അരിഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടു നോക്കാം.
പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഞാൻ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏറെ നേരം വെള്ളത്തിൽ ഉപ്പും പാവയ്ക്കായും കൂടെ ഇട്ട് വെച്ചിരുന്നു. കുറച്ചേറെ നേരം വെള്ളത്തിൽ കിടന്ന ശേഷം ഞാനത് കഴുകി രണ്ടായിട്ട് കീറി അതിൻ്റെ അകത്തെ കുരുവും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷം ചെറുതായിട്ട് രണ്ടായി കീറി ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. കൂടെ പച്ചമുളകും. ഞാൻ സവാളയോ ഒന്നും പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് ഉപയോഗിക്കില്ല. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പിട്ട് ഇളക്കി വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കയ്പ്പ് വെള്ളമെല്ലാം ഇറങ്ങിയിരിക്കും. പിന്നെ ഞെക്കി പിഴിഞ്ഞിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പതിവ്. കണ്ടു നോക്കാം. പാവയ്ക്കയെല്ലാം അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചു. അതിനുശേഷം തോരൻ വയ്ക്കാൻ ഞാൻ ക്യാപ്സിക്കം, അതായത് സിംല മിർച്ച എന്നൊക്കെ പറയുന്ന നമ്മുടെ പൊന്തൻ മുളകെടുത്തു. എരിവില്ല. അതിൻ്റെ നടുക്കത്തെ വെള്ളപ്പാട്ടുകളെല്ലാം കളയണം. അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനിയും അത് ചെറുതായി അരിഞ്ഞെടുക്കുക. 2-3 അരിഞ്ഞാലും ചെറിയൊരു തോരനെ കിട്ടുകയുള്ളൂ. ഇത് വെള്ളമാണ്, പെട്ടെന്നങ്ങ് അവിഞ്ഞു പോകും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളക്, സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചൂടായ എണ്ണയ്ക്കകത്ത് ഇട്ട് വഴറ്റി തേങ്ങയും ഇട്ട് അമുക്കിയൊന്നടച്ച് തോരൻ തയ്യാറാക്കുന്നതാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളമാണ് പൊതുവെ. അതിനു മുമ്പായിട്ട് കൂട്ടുകാരോട് എനിക്കൊരു കാര്യമുണ്ട് പറയാൻ. എല്ലാവരും, പുതുതായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും നമുക്ക് തോരൻ വയ്ക്കാനും മെഴുക്ക് പുരട്ടി വയ്ക്കാനും കൂടെ പോയാലോ? വാ, എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കാണാം.
തോരനെല്ലാം തയ്യാറാക്കിയ ശേഷം മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മൊത്തം വെജിറ്റബിൾസാണ്. ഇന്ന് മീനോ ഒന്നുമില്ല. ഇപ്പോഴേ ഞാൻ മോരുകറി വെക്കാനായിട്ട് തൈര് കുറച്ചെടുത്ത് ഉടച്ചെടുത്ത് അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത്, ജീരകം, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം എടുത്ത് ഒരു ചട്ടി വെച്ച്, ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടെ ഇട്ട് വഴറ്റി അതിനുശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നൊന്നും ഒരിച്ചെടുത്ത ശേഷം അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് വെള്ളത്തിലേക്ക് നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് മോരുകറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അതൊന്ന് കണ്ടു നോക്കിയാലോ. മോരുകറിയെല്ലാം വെച്ച ശേഷം പാവയ്ക്കാൻ മെഴുക്ക് വരട്ടി ചിലരൊന്നും കൂട്ടില്ല. അപ്പോഴേ ഞാൻ ഓർത്തു ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചേക്കാമെന്ന്. അങ്ങനെ ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് ചിരണ്ടി സവാള, പച്ചമുളക് ഇവ ചേർത്ത് ഞാൻ മെഴുക്ക് വരട്ടി തയ്യാറാക്കി. ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് വെച്ചു. അപ്പോഴേ ഉരുളക്കിഴങ്ങിൽ നിന്നും ഉപ്പ് വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ഉപ്പ് ഇടുമ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് പെട്ടെന്ന് അതിൽ നൂറി വരും. പിന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞു വരും. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നത്. അപ്പോഴേ അതും ഒന്ന് കണ്ടു നോക്കാം.